ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൽ ഹാവ്, വുഡ് ഹാവ്, മേ ഹാവ്, മൈറ്റ് ഹാവ് ആൻഡ് മസ്റ്റ് ഹാവ്. എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം വിൽ ഹാവ്. വിൽ ഹാവ് രണ്ട് ഡിഫറെൻറ്റ് യൂസസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. വിൽ ഹാവ് പൊസഷൻ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഹാവ് എ കാർ ആഫ്റ്റർ 2 years. എനിക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ ഒരു കാർ ഉണ്ടാകും. 2 കൊല്ലം കഴിയുക എന്ന് പറഞ്ഞൊരു ഫ്യൂച്ചറിലെ കാര്യമല്ലേ. അപ്പോൾ ഐ വിൽ ഹാവ് എ കാർ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാറുണ്ട്. ഐ ഹാഡ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. അത് പാസ്റ്റിലെ കാര്യം. ഐ ഹാവ് എ കാർ എന്ന് പറയുന്നത് പ്രസൻറ്റിലെ കാര്യം. അതുപോലെ തന്നെ ഐ വിൽ ഹാവ് എ കാർ ആഫ്റ്റർ 2 years. 2 കൊല്ലം കഴിഞ്ഞാൽ എനിക്കൊരു കാർ ഉണ്ടാകും എന്നായി. അപ്പോൾ പൊസഷൻ കാണിക്കുന്നതിന് വിൽ ഹാവ് ഉപയോഗിക്കാം. അവിടെ ആക്ഷൻ ഒന്നും ഇല്ല. ഐ വിൽ ഹാവ് എ ബൈക്ക് ആഫ്റ്റർ 2 months. 2 മാസം കഴിഞ്ഞാൽ എനിക്ക് ഒരു ബൈക്ക് ഉണ്ടാകും. ഐ വിൽ ഹാവ് മണി ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ്. കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് പൈസയുണ്ടാകും. ഇതൊക്കെ ഫ്യൂച്ചറിലെ കാര്യം. അപ്പോൾ ഉണ്ടാകും എന്ന അർത്ഥത്തിൽ നമുക്ക് വിൽ ഹാവ് ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഓബ്ജക്റ്റ്. ഐ വിൽ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഐ സബ്ജക്റ്റാണ്. വിൽ ഹാവ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ്. സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വിൽ ഹാവിന് ഒരു മാറ്റവും വരില്ല. ഐ വിൽ ഹാവ്, യു വിൽ ഹാവ്, വി വിൽ ഹാവ്, ദേ വിൽ ഹാവ്, ഷീ വിൽ ഹാവ്, ഹീ വിൽ ഹാവ് എന്ന് തന്നെ ഉപയോഗിക്കാം. സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് വിൽ ഹാവിന് വ്യത്യാസങ്ങളൊന്നും വരില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് വുഡ് ഹാവ്, മേ ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മളുടെ നൈബർ വലിയ വീട് പണിയുന്നു, പിന്നെ വലിയ വിലപിടിച്ച കാർ ഓടിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുകയാണ്, ഓ അവൻ്റെ കയ്യിൽ പൈസയുണ്ടാവും, അവൻ്റെ കയ്യിൽ പൈസയുണ്ടാകും എന്ന്. അത് നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് ഇപ്പോൾ അയാളുടെ പ്രസൻറ്റ് സ്റ്റാറ്റസിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ കയ്യിൽ പൈസയുണ്ടാവും. അതൊരു ഫ്യൂച്ചറിലെ കാര്യമല്ല. നമ്മൾ തിങ്ക് ചെയ്യുന്നതാണ്. അത് ശരിയാവണമെന്നില്ല എങ്കിലും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഗസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കാം ഹീ വുഡ് ഹാവ് മണി, അതല്ലെങ്കിൽ ഹീ മേ ഹാവ് മണി, അതുമല്ലെങ്കിൽ ഹീ മൈറ്റ് ഹാവ് മണി, ഹീ മസ്റ്റ് ഹാവ് മണി. ഇതൊക്കെ അവിടെ ഉപയോഗിക്കാം. നമ്മൾ എത്രത്തോളം നമുക്ക് ആ ഒരു ലെവൽ ഓഫ് സെർട്ടനിറ്റി, എത്രത്തോളം ഉറപ്പുണ്ട് നമുക്ക്, അല്ലെങ്കിൽ എത്ര ചാൻസസ് ഉണ്ട് നമ്മുടെ ആ ഒരു ഗസ്സിങ് ശരിയാവാൻ. നമുക്ക് അത്ര ഉറപ്പൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഹീ മൈറ്റ് ഹാവ് മണി, അത് ഒരു 20% ഒക്കെ അതിന് സാധ്യതയുള്ളൂ. ഹീ മൈറ്റ് ഹാവ്, ചിലപ്പോൾ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും. ഹീ മൈറ്റ് ഹാവ് മണി, അവിടെ കുറച്ച് ചാൻസേ ഉള്ളൂ. അതല്ല ഹീ മേ ഹാവ് മണി, അതല്ലെങ്കിൽ ഹീ വുഡ് ഹാവ് മണി എന്നൊക്കെ പറയുമ്പോൾ ചാൻസസ് കുറച്ചുകൂടി കൂടി. മേ ഹാവ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ചാൻസസ് കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ ഹീ മസ്റ്റ് ഹാവ് മണി എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് നമ്മളിങ്ങോട്ട് ഉറപ്പിക്കുക 100% അല്ല, അതൊരു ചാൻസ് തന്നെയാണ്, എങ്കിലും കൂടുതൽ ചാൻസ്. ഹീ മസ്റ്റ് ഹാവ് മണി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ വീടും വലിയ കാറും ഒക്കെ ഉണ്ടാവോ എന്നർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണത്. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് പ്രസൻറ്റ് പൊസിഷൻ, പ്രസൻറ്റിൽ തന്നെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഗസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയല്ല. അപ്പോൾ നമുക്ക് മേ ഹാവ്, മൈറ്റ് ഹാവ്, വുഡ് ഹാവ്, മസ്റ്റ് ഹാവ് ഒക്കെ ഉപയോഗിക്കാം. ആദ്യം നമ്മൾ വിൽ ഹാവ് ഉപയോഗിച്ചത് ഫ്യൂച്ചറിലെ കാര്യം പറയുന്നതിനാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം പൊസഷനെ പറ്റിയാണ്. അവിടെ ഒരു ആക്ഷൻ ഇല്ല. ഇനി ആക്ഷനോടുകൂടി എങ്ങനെ ഈ വിൽ ഹാവ്, മേ ഹാവ്, മൈറ്റ് ഹാവ്, അതല്ലെങ്കിൽ മസ്റ്റ് ഹാവ് ഒക്കെ ഉപയോഗിക്കും? ഇതല്ലാതെ ഒരു ആക്ഷൻ വേർബോട് കൂടി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയില്ലേ, ഓ അടുത്ത കൊല്ലം ആവുമ്പോഴേക്കും, അല്ലെങ്കിൽ അടുത്ത കൊല്ലം അവസാനമാവുമ്പോഴേക്കും എൻ്റെ ഈ ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും,
എൻ്റെ ഈ റിവിഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു കാര്യം, ഫ്യൂച്ചറിലെ ഒരു കാര്യം നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഇന്ന സമയത്ത് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും, ഒരു ആക്ടിവിറ്റി അത് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ വിൽ ഹാവ് പ്ലസ് വേർബ് ഉപയോഗിക്കാം. അവിടെ വേർബിൻ്റെ V3 ഫോമാണ് ഉപയോഗിക്കുന്നത്. വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും, ആ സമയം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, അവൻ നാളെ ആവുമ്പോഴേക്കും ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകും. പോയി കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണല്ലോ അവിടെ അർത്ഥം. അപ്പോൾ അവിടെ നമുക്ക് വിൽ ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിക്കാം. ഹീ വിൽ ഹാവ് ഗോൺ ഫ്രം ഹിയർ ബൈ ടുമാറോ ഈവനിങ്. നാളെ ഈവനിങ് ആവുമ്പോഴേക്കും, നാളെ വൈകുന്നേരം ആവുമ്പോഴേക്കും അവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടാകും. വിൽ ഹാവ് ഗോൺ, വിൽ ഹാവ് കഴിഞ്ഞിട്ട് ഗോൺ എന്നത് ഗോ എന്ന വേർബിൻ്റെ V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടാകും, അത് നമ്മൾ ഫ്യൂച്ചറിലെ കാര്യം, നാളെ എന്ന് പറയുന്നത് ഫ്യൂച്ചറല്ലേ, അപ്പോൾ ഫ്യൂച്ചറിലെ കാര്യം നമ്മൾ ആലോചിക്കുന്നതാണ്, അത് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന്. വേറൊരു എക്സാമ്പിൾ, ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ബൈ ദ ടൈം ഐ റീച്ച് ഹോം ഹീ വിൽ ഹാവ് ഈറ്റൺ ഫുഡ്. ഹീ വിൽ ഹാവ് ഈറ്റൺ ഫുഡ് ബൈ ദ ടൈം ഐ റീച്ച് ഹോം. ബൈ ദ ടൈം എന്നാൽ അവിടെ എത്തുന്ന ആ ഒരു സമയത്ത് അവൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഹീ വിൽ ഹാവ് ഈറ്റൺ. ഈറ്റ് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഈറ്റൺ. അപ്പോൾ ഹീ വിൽ ഹാവ് ഈറ്റൺ ഫുഡ് ബൈ ദ ടൈം ഐ റീച്ച് ഹോം. 8 മണിക്ക് ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് ലെഫ്റ്റ് അറ്റ് 8 o'clock. ജൂൺ ആവുമ്പോഴേക്കും അവൾ അവളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ ബാച്ചിലേഴ്സ് ഡിഗ്രി ബൈ നെക്സ്റ്റ് ജൂൺ. അടുത്ത ജൂൺ ആവുമ്പോഴേക്കും അവൾ അവളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. വേറൊരു സെൻറ്റൻസ് നോക്കൂ. യു വിൽ ഹാവ് കംപ്ലീറ്റഡ് 3 years ബൈ ദ ടൈം ദ വിസ നീഡ്സ് ടു ബി റിന്യൂഡ്. വിസ റിന്യൂ ചെയ്യേണ്ട സമയം ആകുമ്പോഴേക്കും നിങ്ങളുടെ 3 years കംപ്ലീറ്റ് 3 years വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ വിൽ ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്, ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടാകും ആ സമയം ആവുമ്പോഴേക്കും എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് ആണ്. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. വിൽ ഹാവ് പ്ലസ് V3 അതിൻ്റെ ആ കൺസ്ട്രക്ഷനിൽ ഒരു വ്യത്യാസവും വരില്ല. ഇനി നമുക്ക് മേ ഹാവ്, മൈറ്റ് ഹാവ്, അതുപോലെ മസ്റ്റ് ഹാവ് ഒക്കെ ആക്ഷൻ വേർബിനോട് കൂടി എങ്ങനെ ഉപയോഗിക്കും എന്ന് നോക്കാം. ഇത് 2 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടി സ്കൂളിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലെത്താൻ ഒരു ½ an hour ടൈം വേണ്ടത്. അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടി പുറപ്പെട്ടു. അപ്പോൾ മദർ ആലോചിക്കുകയാണ്, സമയം ഇത്രയായല്ലോ, അവൻ സ്കൂളിലിപ്പോൾ എത്തിയിട്ടുണ്ടാകും. പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് ആലോചിക്കുകയാണ്, അവനിപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടാകും എന്ന്. അത് ഒരു ഗസ്സിങ് ആണ്, ഒരു പോസിബിലിറ്റിയാണ്. അവിടെ നമുക്ക് ഹീ മേ ഹാവ് റീച്ച്ഡ് സ്കൂൾ എന്ന് പറയാം. കൂടുതൽ ചാൻസസ് ഉണ്ടെങ്കിൽ ഹീ മേ ഹാവ് റീച്ച് സ്കൂൾ എന്ന് പറയാം. ഒരു 50% ഒക്കെ ഓക്കെ, അവൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നതെങ്കിൽ ഹീ മേ ഹാവ് റീച്ച് സ്കൂൾ എന്ന് പറയാം. അതല്ലെങ്കിൽ ഹീ മൈറ്റ് ഹാവ് റീച്ച് സ്കൂൾ, ചിലപ്പോൾ അവൻ എത്തിയിട്ടുണ്ടാകും. നമുക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല, ഒരു 20% ഒക്കെ ചാൻസസ് ഉള്ളൂ എങ്കിൽ ഹീ മൈറ്റ് ഹാവ് റീച്ച് സ്കൂൾ എന്ന് പറയാം. ഇനി അതും അല്ലെങ്കിൽ വളരെ ഉറപ്പാണെങ്കിൽ ഹീ മസ്റ്റ് ഹാവ് റീച്ച്ഡ്, കാരണം ഇത്രയും സമയമൊന്നും വേണ്ട അവിടെ എത്താൻ. അപ്പോൾ ഹീ മസ്റ്റ് ഹാവ് റീച്ച്ഡ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ മേ ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ് ഒക്കെ ഒരു പോസിബിലിറ്റി
പറയുന്നത്. അതായത് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും എന്ന്. അവിടെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേറൊന്ന് പാസ്റ്റ് പോസിബിലിറ്റി. പാസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, അയ്യോ കീ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, കീ എവിടെ വെച്ചു? ഓ, ഐ മേ ഹാവ് കെപ്റ്റ് ഇറ്റ് ഓൺ ദ ടേബിൾ എന്ന്. ഐ മേ ഹാവ് കെപ്റ്റ് ഇറ്റ് ഓൺ ദ ടേബിൾ. ഓ, ഞാൻ കീ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ഒരു പോസിബിലിറ്റി നമ്മൾ ആലോചിക്കുകയാണ്. അത് ഒരു പാസ്റ്റിലെ കാര്യമാണ്. എവിടെ വെച്ചു എന്ന് ഉറപ്പില്ല, എങ്കിലും ഐ മേ ഹാവ് കെപ്റ്റ് ദ കീ ഓൺ ദ ടേബിൾ എന്ന് ഞാൻ ആലോചിക്കുന്നു. അതുപോലെ തന്നെ അത് ഗെസ്സിങ് ആണ്. അതുപോലെ തന്നെ ഐ മൈറ്റ് ഹാവ് കെപ്റ്റ് ദ കീ ഓൺ ദ ടേബിൾ എന്നും പറയാം. അവിടെ എന്താ മൈറ്റ് ഹാവ് ഉപയോഗിച്ചത്? അത് ഉറപ്പില്ല, ചിലപ്പോൾ ഞാൻ കീ ടേബിളിൽ വെച്ചിട്ടുണ്ടാകും എന്നാണ്. ഓ, അതല്ലെങ്കിൽ ഐ മസ്റ്റ് ഹാവ് കെപ്റ്റ് ദ കീ ഓൺ ദ ടേബിൾ എന്നാണെങ്കിൽ ഞാൻ വളരെ ഉറപ്പോടുകൂടി, വളരെയധികം ഉറപ്പുണ്ട്, എനിക്ക് ഒരു 90% ഒക്കെ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ അവിടെ കീ അവിടെ ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ടാകും എന്നതിന്. അപ്പോൾ അവിടെ ഒരു പോസിബിലിറ്റിയാണ്, അത് പാസ്റ്റ് പോസിബിലിറ്റി. അപ്പോൾ പാസ്റ്റ് പോസിബിലിറ്റി പറയുമ്പോഴും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് മേ ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.